عليكم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وذكر فإن الذكرى تنفع المؤمنين. صدق الله مولانا العظيم. പ്രിയമുള്ള ഉലമാക്കളെ, സാദാത്തുക്കളെ, മഹാനായ സയ്യിദ് ഹുസൈൻ കോയമ്മ തങ്ങൾ അവരുകൾ വലിയ മഹാനായ ജീവിതകാലം മൂപ്പരെ ഇരുമനുസരിച്ച് തന്നെ കാദിയായിട്ടും ഒക്കെ മൂപ്പര് പ്രവർത്തിച്ച മഹാനായിരുന്നു. അദ്ദേഹത്തിനോട് പിൻപറ്റിലാണ് ഇപ്പം നമ്മൾ ഈ സംഭവമൊക്കെ ഉണ്ടാക്കാനുള്ള ആവശ്യം. വലിയ വലിയ ആളുകളെ പേര് പറഞ്ഞ് പോയിട്ട് മാത്രമല്ല, അവരെങ്ങനെ നടന്നേന്, അവർ ഒരു തെറ്റായ കാര്യം എന്തും പാസ്സാക്കൂല. കാദിയാണെങ്കിലും എന്തെങ്കിലും ദീനിനെതിരായ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളിന്ന് പറയും. അങ്ങനത്തെ മഹാനായിരുന്നു മൂപ്പര്. അപ്പോൾ ആ സ്വഭാവം ഈ മക്കളുടെ ആർക്കും വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ പറയണില്ല. മഹാനായ സയ്യിദ് നല്ല സ്വഭാവമുള്ള ആളും തായ്മയുള്ള ആളുമായിരുന്നു. എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറുന്ന വലിയ മഹാനവരുകൾ. പിന്നെ മഹാനായ താജുൽ ഉലമ ആരോടും ധീരെ ധീരെ സംസാരിക്കും. ആ സംസാരം പിന്നെ അത് ബാപ്പാൻ്റെ സംസാരം ആയതുകൊണ്ട് ഞാൻ അവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ള നിലപാടിലും മൂപ്പരങ്ങനെ ആരോടും പറഞ്ഞൊന്നുമില്ല. മൂപ്പര് അസത്യമായ കാര്യങ്ങൾ ഉറച്ചു നിൽക്കും. വേറൊന്ന് പറയും. ഇങ്ങനത്തെ മഹാനായിരുന്നു മഹാനായ കോയമ്മ തങ്ങൾ. ഇവിടെ കൂറത്ത് എന്ന് പറഞ്ഞപ്പോൾ കൂറത്തങ്ങൾ നിറങ്ങൾ ഇനി പരിശ്രമിക്കുകയാണെങ്കിലും എൻ്റെ ആയത്തും അതീതൊക്കെ ഓതിങ്ങാണ്ട് നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളാണ് പറയല്. നമ്മളെ പറ്റി പറയാൻ തോന്നും, നമുക്ക് വേറെ ആളെ പറ്റി പറയാൻ തോന്നും. അന്നേരക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളുന്ന പ്രസംഗം ചെയ്യുന്ന മഹാനായിരുന്നു അവർ. മുഷാവറയിൽ വന്നപ്പോൾ മൂപ്പർ പറയാനോട് ഞാൻ പ്രസിഡൻ്റായപ്പോൾ ഇനി നമുക്ക് ആ നല്ല കാര്യങ്ങളൊക്കെ അതനുസരിച്ച് തന്നെ കുറച്ച് നിൽക്കണം, പാസ്സാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനത്തെ ഒരു മഹാനാണ് അവർ. അല്ലാഹു സുബ്ഹാനഹു അവരെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അവരെ അനുയായികൾക്കൊക്കെ അല്ലാഹു തആല തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിൻ്റെ മകനുണ്ടല്ലോ, ആ മകനും അതുപോലത്തെ വലിപ്പത്തിൽ അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. അവൻ്റെ കുടുംബത്തിനൊക്കെ അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.